നമ്മളിപ്പോൾ മൊബൈൽ ഇറങ്ങുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും തെറ്റെന്ന് സാധാരണ ജനങ്ങൾ പറയൂലേ, അതിന് തെളിവാണ് ഈ സിനിമ. കല്യാണം കഴിഞ്ഞ ഒരാൾ ലൈംഗികമായിട്ട് അവർക്കിനി അതുപോലെ ഒരു ലേഡി വേണമെന്നുള്ള അത് പിന്നിലും പിന്നെ അതേപടി അങ്ങനെ പോകാൻ വേണ്ടി ഈ സ്ത്രീകൾ ആളെ കടന്ന് ആക്രമിച്ച് ബന്ധിസ്ഥനാക്കിയിട്ടുള്ള കഥയാണിത്. അതിൽ പിടിച്ച് വൈറലാക്കുന്ന സംഭവമാണ്. അത് സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലെത്തിക്കണ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ഷൈൻ അങ്ങനെ അഭിനയമല്ല, ഒരു ആവറേജ് ആണ് അയാളുടെ. സ്ത്രീ ലംബടൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്ത ഫാമിലിയിൽ വന്നിട്ടുള്ള ഒരാൾ ക്രിമിനൽ സ്വഭാവം എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരാളാണ്. 100ാമത്തെ സിനിമയാണ്. പക്ഷെ അഭിനയമൊക്കെ കൊള്ളാം, നല്ലതാണ്. ഈ ക്രിമിനൽ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീ പീഡന സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണത്. അതാണ് ഈ സിനിമ. അതുപോലെ ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് സൈമൺ ചാക്കോ. കമൽ സാർ ഇന്ന് വരെ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ലല്ലോ. ഇക്കാലത്തിൽ ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. അത് കുടുംബ സദസ്സുകൾ വലുതായിട്ട് ഏറ്റെടുത്തില്ല, യുവാക്കൾ മൊത്തം ഏറ്റെടുത്തിരിക്കുക. ഈ കമൽ സാറിന്റെ ഇടപെടൽ അതെപ്പോഴും കമൽ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കാലികമായ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ നമുക്കറിയാം ന്യൂ മീഡിയ ഉപയോഗിക്കാത്ത, ബ്രൗസ് ചെയ്യാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. ദിവസം ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ബ്രൗസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ബ്രൗസിങ് മീഡിയ ആയ ഒരു മൊബൈൽ ഫോൺ ഒരുപക്ഷെ ന്യൂ മീഡിയ കാലത്തിൽ ഒരേ സമയം തിരുത്തൽ ഉപകരണമാകുന്നു, ഒരേ സമയം കണ്ടെത്തുന്ന ഉപകരണമാകുന്നു, ഒരേ സമയം ബോധവൽക്കരണത്തിന് ഉപകരണമാകുന്നു എന്നൊക്കെ ഉള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പം ആ രീതിയിലായിരിക്കും ഒരുപക്ഷെ ഈ പുതിയ കാലത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഷൈൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഷൈനിന് മാത്രം വഴങ്ങുന്ന ഒരു ശരീരഭാഷയാണ് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളിൽ വന്ന നടന ശരീരങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഇത്തരം സബ്ജക്റ്റുകൾ മെയ്വഴക്കത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നത് ഷൈനാണ്. ഈ പടം വൈറലാണ്. കാരണം നമുക്കറിയാം ഈ വിവാഹത്തിനോ അല്ലെങ്കിൽ ഏക സ്ത്രീ ബന്ധത്തിനോ അല്ലെങ്കിൽ ഏക പുരുഷ ബന്ധത്തിനോ ഒന്നും വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത്. എല്ലാ പുരുഷന്മാർക്കും ഒന്നിലധികം ബന്ധങ്ങളുണ്ടാവും, എല്ലാ സ്ത്രീകൾക്കും ഒന്നിലധികം സൗഹൃദങ്ങളോ അതിന് തതുല്യമായ ബന്ധങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് അത്തരത്തിലായിരിക്കും. ഈ ഏറ്റവും എന്താ പറയുക, വിഹിതമെന്നോ അവിഹിതമെന്നോ ഒക്കെ പുതിയ മലയാളി പറയുന്ന ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ബന്ധവും അല്ലെങ്കിൽ അതിനനുസരിച്ചായിട്ട് ചിലപ്പോൾ സൗഹൃദങ്ങൾ തിരുത്തലുകളായി മാറും. അങ്ങനെ സൗഹൃദത്തിൻ്റെയും ന്യൂ മീഡിയയുടെയും അതല്ലെങ്കിൽ സെക്ഷൽ വൈകൃതത്തിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി പറയുന്നു എന്നുള്ള രീതിയിൽ ചർച്ചയായിരിക്കും. സത്യം പറഞ്ഞാൽ കമൽ സാർ ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്കറിയാം കമൽ സാറിൻ്റെ ഒരു തനിമയുണ്ട്, ഒരു നാടൻ തനിമ. ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ വർക്കിൽ കാണത്തുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവി ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് വിവേകാനന്ദൻ വൈറലാവുന്നു. ആ ഒരു ടൈറ്റിൽ തന്നെ കമൽ സാറിൻ്റെ പടങ്ങളിൽ വളരെ ചുരുക്കമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പിന്നെ ഷൈൻ, അതിൽ ഏറ്റവും അഭിമാനിക്കേണ്ട കാരണം പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഷൈൻ. ആ ഷൈനൊരു അഭിമാനിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ് പുള്ളിക്കാരൻ്റെ പടത്തിൽ നായകവേഷത്തിലെത്തുന്നത്. പുള്ളിക്കാരനെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. കാലഘട്ടം ഓരോ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പുള്ളിക്കാരന് വേണമെന്നൊരു ആഗ്രഹം തോന്നിക്കാണാം. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തത്. നമുക്ക് ആ നിറമൊക്കെ ഇപ്പോഴും ഞാൻ ഇപ്പോഴും TV വന്നാൽ ഇന്ന് കാണുന്ന ഒരു പടമാണ് കമൽ സാറിൻ്റെ. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ട്രെൻഡ്. ഈ കാലത്ത് ട്രെൻഡാണ് ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു പടം ഇറക്കിയിരിക്കുന്നത്. കാരണം 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പുള്ളിക്കാരൻ വരുന്നത്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ പക്ഷേ കമൽ സാറാണെന്ന് ചിലവർക്ക് അറിയത്തില്ല ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഷൈൻ അല്ല വൈറലാവുന്നത്, വിവേകാനന്ദനും അല്ല. ഇത് യഥാർത്ഥത്തിൽ കമൽ സാറാണ് വൈറലാവാൻ പോകുന്നത്. കാരണം പുതിയൊരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. അതൊരിക്കലും പ്രതീക്ഷിക്കില്ല, കമൽ സാറിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കില്ല. ഇങ്ങനത്തെ ഒരു പടം നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, നല്ലൊരു പടമാണ്. ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിക്കുള്ള പടം തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ ആൾക്കാരിൽ എങ്ങനെ അത് എത്തുമെന്ന് എനിക്കൊരു പിടിയില്ല. അത് തന്നെ ഇപ്പോൾ കാരണം അദ്ദേഹത്തിന്റെ ട്രാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പം നിലനിൽക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ യൂത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ നല്ല സാധ്യതയുള്ള ഇതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.